തൃത്താല ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ട ആയിരുന്നല്ലോ പണ്ട്. അതിനു മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന സ്ഥലം. അവിടെ താങ്കൾ വന്ന് അത് ബ്രേക്ക് ചെയ്ത് ഇവിടെ വരുന്നു. താങ്കൾ ആദ്യമായിട്ട് തൃത്താല MLA ആയിട്ട് വന്ന് ഇപ്പം എത്ര വർഷമായി? ഫസ്റ്റ് MLA ആയതിനു ശേഷം 15 വർഷം കഴിഞ്ഞു. അന്നത്തെ തൃത്താലയും ഇന്നത്തെ തൃത്താലയും തമ്മിൽ താങ്കൾ കാണുന്ന മാറ്റം എന്തൊക്കെയാണ്? സുജിത്ത് പറഞ്ഞ പോലെ എനിക്ക് മുമ്പ് 20 വർഷം തുടർച്ചയായിട്ട് CPM MLA മാർ ജയിച്ചു വരുന്ന ഒരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മണ്ഡലം പുനർനിർണയം നടന്നപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾ വീക്കാവുകയാണ് ചെയ്തത് സംഘടനാപരമായിട്ട്. ഞങ്ങൾക്ക് നല്ല ലീഡുള്ള ഒരു പഞ്ചായത്ത് തൃത്താലയിൽ നിന്ന് പോയി. പക്ഷേ എന്നിട്ടും എനിക്ക് ജയിക്കാൻ സാധിച്ചു. രണ്ടാമത്തെ തവണയും എനിക്ക് ജയിക്കാൻ സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ തവണ പരാജയപ്പെടുമ്പോൾ പോലും നേരിയ ഒരു മാർജിനാണ്, 3016ഓളം വോട്ടിൻ്റെ ഒരു ചെറിയ മാർജിനാണ്. അതുകൊണ്ട് തന്നെ തൃത്താല ഒരു പൊളിറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് നടത്തുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ തൃത്താലയിൽ എൻ്റെ ഒരു 10 വർഷത്തിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആത്മവിശ്വാസം. 10 വർഷം പോലും എടുക്കണ്ട, എൻ്റെ ആദ്യത്തെ 5 വർഷം എടുത്താൽ മതി. ഇപ്പം സംവാദത്തിനൊക്കെ പറയുന്ന ആളുകൾക്ക് മുമ്പിൽ ഞാൻ അങ്ങോട്ടൊരു ചലഞ്ച് വെക്കുകയാണ്. അവരുടെ 5 വർഷവും എൻ്റെ 10 വർഷം എടുക്കണ്ട, അവരുടെ 5 വർഷവും എൻ്റെ ആദ്യത്തെ 5 വർഷം എടുത്താൽ മതി. കാരണം അപ്പോഴാണ് കുറച്ചുകൂടി ന്യായമായിട്ടുള്ള കമ്പാരിസൺ ഉണ്ടാവുക. ഞാനും ഭരണപക്ഷത്തുള്ള ഒരാളായിരുന്നു ആദ്യത്തെ 5 വർഷം. പക്ഷേ വ്യത്യാസമുണ്ട്, മന്ത്രിയോ സ്പീക്കറോ ഒന്നും ആയിരുന്നില്ല, ഒരു പുതുമുഖ MLA ആയിരുന്നു. അതിൽ തന്നെ ഏറ്റവും ബാക്ക് ബെഞ്ചറായിട്ടുള്ള ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ആളായിരുന്നു. എന്നാൽ പോലും ആ 5 വർഷത്തിനകത്ത് തൃത്താലയിൽ അതുവരെ ഒരുപക്ഷെ 50 വർഷമായിട്ട് ചിന്തിച്ച് നടക്കാത്ത പല കാര്യങ്ങളും നടന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ പട്ടാമ്പി താലൂക്ക് രൂപീകരിക്കുക എന്നുള്ളത് സാക്ഷാൽ EMS വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണെന്ന് പലരും പറയാറുണ്ട്. EMS സമ്മതിരിപ്പാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ പട്ടാമ്പിയുടെ MLA ആയിരുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ വന്നൊരു നിർദ്ദേശമാണ് പട്ടാമ്പിയിൽ പുതിയ താലൂക്ക് രൂപീകരിക്കണമെന്ന്. അദ്ദേഹത്തിന് രൂപീകരിക്കാൻ സാധിച്ചില്ല. പിന്നീട് KE ഇസ്മായിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായി. റവന്യൂ വകുപ്പിൻ്റെ കീഴിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അവിടെയും പറ്റിയില്ല. അതിനൊക്കെ ശേഷം ഞാൻ തൃത്താലയിലും പട്ടാമ്പിയിൽ CP മുഹമ്മദും ജയിച്ച ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് പട്ടാമ്പി താലൂക്ക് രൂപീകരിക്കുന്നത്. 40 വർഷത്തെ ഒരു ഡിമാൻഡാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അതുപോലെ തൃത്താലയിലൊരു കോളേജ് എന്നുള്ളത് ഇതുപോലെ 19 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ആളുകൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. തൃത്താലയിൽ എൻ്റെ കാലത്ത് ആദ്യത്തെ 5 വർഷത്തിൽ ഒരു കോളേജല്ല 2 കോളേജ് യാഥാർത്ഥ്യമാക്കി, ഒരു ഗവൺമെൻറ് കോളേജും ഒരു എയ്ഡഡ് കോളേജും. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. തൃത്താലയിൽ ആദ്യമായിട്ട് BMN-BC റോഡുകൾ വന്നത് എൻ്റെ കാലത്താണ്. തൃത്താലയിൽ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് എന്ന് പറയുന്ന നൈപുണ്യ പരിശീലന കേന്ദ്രം വന്നത്, അതുപോലെ തന്നെ കൗശൽ കേന്ദ്ര എന്ന് പറയുന്ന വേറൊരു നൈപുണ്യ പരിശീലന കേന്ദ്രം വന്നത്, ഇതൊക്കെ നമ്മുടെ കാലത്താണ്. തൃത്താലയിൽ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് അതുപോലെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തത് ഞങ്ങളുടെ കാലത്താണ്. വെള്ളിയാങ്കല്ലിൽ ഒരു ടൂറിസം പ്രൊജക്റ്റ് നല്ല രീതിയിൽ വന്ന് ഒരു നല്ല ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് അത് മാറിയത് ഞങ്ങളുടെ കാലത്താണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അതിനോടൊപ്പം വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്ന ചെറിയ ആശുപത്രിയിൽ ഒരു ഡയാലിസിസ് സെൻറ്റർ പൂർണ്ണമായി സൗജന്യമായിട്ട് ഡയാലിസിസ് രോഗികൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കേന്ദ്രം എനിക്ക് എൻ്റെ MLA ഫണ്ടും MP ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചു. അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ. കാരണം അത് ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നെ ജില്ലാ ആശുപത്രികളിൽ തന്നെ മുഴുവൻ ആയി വരുന്നേ ഉള്ളൂ. താലൂക്ക് ആശുപത്രികളിലേക്ക് കടന്നിട്ടില്ല പലതിലും. ഇപ്പോൾ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലൊന്നും അന്നില്ല ഈ ഡയാലിസിസ് സെൻറ്റർ ഇല്ല. ആ സമയത്താണ് അതിലും താഴെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ ഡയാലിസിസ് സെൻറ്റർ ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പം അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ തൃത്താലയിൽ എനിക്ക് അവസരം ലഭിച്ച സമയത്ത് ആദ്യത്തെ 5 വർഷത്തിനകത്ത് തന്നെ ചെയ്യാൻ സാധിച്ചു. രണ്ടാമത്തെ 5 വർഷം സത്യത്തിൽ ഇവരുടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വേട്ടയാടലുണ്ടായിരുന്നു. ഗവൺമെൻറ് മാറി, ഞാനിവിടുന്ന് ജയിച്ചുവെങ്കിൽ പോലും അതോടൊപ്പം ഇവിടെയുള്ള 8 പഞ്ചായത്തിൽ 7 പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തൊക്കെ CPMൻ്റെ ഭരണത്തിലേക്ക് പോയി. അപ്പോൾ അവിടെയൊക്കെ നമ്മളെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യും, ആ നിലയിൽ നമ്മുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കടന്നു വരാൻ ഇനിയൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. തൃത്താല മോഡൽ വികസനം എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ട്. താങ്കൾ കഴിഞ്ഞൊരു 5 വർഷം MLA അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃത്താലയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് താങ്കൾക്ക് ഇപ്പോഴുള്ള കണക്ഷൻ എങ്ങനെയാണ് ഈ കഴിഞ്ഞൊരു 5 വർഷം? കാരണം MLA അല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിരുന്നു. കണക്ഷൻ എങ്ങനെയായിരുന്നോ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് എനിക്കൊരു ഒഫീഷ്യൽ ടൈപ്പ് പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയാറില്ല. ഇപ്പോൾ സ്കൂളുകളുടെ വാർഷികങ്ങളോ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തുകളോ ഒഫീഷ്യൽ പരിപാടിയോ ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടികളോ അതിൽ പങ്കെടുക്കാൻ സ്വാഭാവികമായിട്ട് പറ്റില്ല എന്നല്ല. ബൽറാം ബെസ്റ്റ് ആണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബൽറാം ബെസ്റ്റ് ആണ് എന്നുള്ളത് തൃത്താലയിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവരുടെ മനസ്സിലുള്ള ഒരു ചിന്തയെ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചു ഒരു ഇലക്ഷൻ ടാഗ് ലൈൻ എന്ന രൂപത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലിപ്പോൾ ഏറ്റവും വലിയ തമാശ, എൻ്റെ എതിർ സ്ഥാനാർത്ഥി ഇപ്പോൾ ആ ക്യാപ്ഷൻ എടുത്തിരിക്കുകയാണ്.
ഞാൻ മറ്റു പലതരത്തിലുള്ള പ്ലാജറിസം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ പകുതിക്ക് വെച്ച് എതിർ സ്ഥാനാർത്ഥിയുടെ ക്യാപ്ഷൻ കോപ്പി അടിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇപ്പോൾ തൃത്താലയിൽ സംഭവിച്ചത്. ഞാൻ തൃത്താല മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ധാരാളം ക്യാപ്ഷനുകളും വ്യത്യസ്ത ക്യാപ്ഷനുകളും പലതരത്തിലുള്ള രസകരമായിട്ടുള്ള ബോർഡുകളൊക്കെ പല സ്ഥലത്തും കാണാൻ സാധിച്ചു. ഇൻട്രസ്റ്റിംഗ്, നല്ല മത്സരമാണ് എന്തായാലും ഇവിടെ. അതെ, ഞങ്ങളുടെ ക്യാപ്ഷനാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? ഇലക്ഷൻ രസമാണല്ലോ. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങൾ വരുന്നു, അതിൻ്റെ മറുപടികൾ നൽകുന്നു, ആ നിലയ്ക്കുള്ള കൗണ്ടർ ക്യാമ്പയിൻസ് എന്നൊക്കെ പറയുന്നത് നല്ല രസകരമായിട്ടുള്ള ഏർപ്പാടാണ്. അപ്പോഴും എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളുമായിട്ടുള്ള ഒരു കണക്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് അവരുടെ മനസ്സിനകത്ത് നിന്നുള്ള ആശയങ്ങളെ ഇതുപോലെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. അവരുമായിട്ട് കുറച്ചും കൂടി ഡയറക്റ്റ്ലി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.